എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഇന്ന് പി എസ് സിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കമ്പനി മോഡൽ GS, ബെവ്കോ LDC തുടങ്ങിയ പരീക്ഷകൾക്ക് 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്കെല്ലാം വിവിധ തരത്തിലുള്ള PSC ചോദ്യങ്ങൾ, വിവിധ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, 10th പ്രിലിംസിന് 20 മാർക്കിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2021 മുതൽ 25 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ ഉണ്ടാകും. ശ്രീമാത്സിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുക. ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം 3 മണിക്കൂർ എടുത്ത് പഠിച്ചാൽ സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 3/5 ദശാംശ രൂപം എത്ര? ഡെസിമൽ നമ്പേഴ്സ്, അവരുടെ ഒരു ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻസും ഇവരുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ടോപ്പിക്കുകളാണ്. 3നെ 5 കൊണ്ട് ഹരിക്കുക. ഇവിടെ 3ൽ 5 അടങ്ങാത്തത് കൊണ്ട് നമ്മൾ മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ 0 കൊടുക്കാം. ഇനി നമുക്ക് 5 6 are 30 പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുക്കുക. അതായത് 3യെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3ൽ 5 പറ്റാത്തത് കൊണ്ട് നമ്മൾ മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുത്തു കാരണഫലത്തിൽ എന്നിട്ട് 0 കൊടുക്കുക. 30 5 6 are 30. അതായത് നമ്മുടെ ആൻസർ 0.6 വരും. അതായത് 0.6. ഓപ്ഷൻ സി ആണ് ഉത്തരം. 0.6. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. x/2 + 1/4 = 3/4. അങ്ങനെ ആയാൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ ടേം മാത്രം അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇട്ടുകൊണ്ട് ഈ 1/4 ഇപ്പുറം കൊണ്ടുവരിക. 3/4 ഈ പോസിറ്റീവ് 1/4 ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ -1/4 വരും. ഇനി ഇവിടെ ഛേദം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് വെറുതെ അൻക്രിയ ചെയ്താൽ മതി. 3 - 1/4 വിച്ച് ഇംപ്ലൈസ് x/2 = 2/4. ഇവിടെ 2/4 എന്നുള്ള നമുക്ക് കട്ട് ചെയ്യാം. 2 1s are 2, 2 2s are 4. 2 വെച്ച് കട്ട് ചെയ്യാം. അതായത് വിച്ച് ഇംപ്ലൈസ് x/2 = 1/2. ഈ താഴെ രണ്ട് സൈഡിലും 2 വന്നുകൊണ്ട് അതങ്ങ് ക്യാൻസൽ ആക്കാം. നമുക്ക് എക്സിന്റെ വില 1 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ x/2 + 1/4 = 3/4. വിച്ച് ഇംപ്ലൈസ് x/2 മാത്രം ആ സൈഡിൽ ഇട്ടിട്ട് എക്സിന്റെ ടേം മാത്രം LHSൽ ഇട്ടിട്ട് ഇത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. 3/4 - 1/4. പോസിറ്റീവ് 1/4 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ -1/4. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആകും. നേരെ എതിരായി. സമം ഇവിടെ 4 ആണ്. രണ്ടിന്റെയും ഛേദം ഒരുപോലെ ആയാൽ ഫ്രാക്ഷൻസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ ഛേദം 4 ആണ് രണ്ടിന്റെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ 3 - 1/4 അതായത് 2/4. x/2 = 2/4 എന്ന് വരും. 3/4 - 1/4 ദാറ്റ് ഈസ് 3 - 1 വെറുതെ ക്രിയ ചെയ്താൽ മതി /4 2/4. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്യാം. 2 1s are 2, 2 2s are 4. ദാറ്റ് ഈസ് x/2 = ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരും? 1/2. ഇനി ഈ ഛേദത്തിൽ രണ്ട് സൈഡിന് ഈക്വലിന് വലതുവശത്തും ഇടതുവശത്തും ഉള്ള രണ്ട് അപ്പുറം ഇപ്പുറം ഉള്ള രണ്ടങ്ങ് ക്യാൻസൽ ആക്കാം. ഒരുപോലുള്ള സംഖ്യയുണ്ട്. x = 1 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6.017 + 0.617 + 6.0017. ഇത് താഴെ എഴുതി ഞാൻ കൂട്ടിയാൽ മതി വെറുതെ. 6.017 + 0.617 + 6.0017. 7. ഇതിൻ്റെ മുകളിൽ വേറെ സംഖ്യകളില്ല. 7 7 14 15 ശിഷ്ടം 1 2 1 3 6 0 0 6 6 6 12 12.63557 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് വെറുതെ താഴെ എഴുതിയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 6.017 0.617 0.0017
17 വെറുതെ അങ്ങ് കൂട്ടിയാൽ മതി. 12.6357 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 1 × 0.01 × 0.0001 വില എത്ര? അതായത് ഇവിടെ എല്ലാം ഒന്നായതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ ഒന്ന് തന്നെ വരും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. അപ്പോൾ 2 4 6, ഇവിടെ 1 ആണ്, ഇവിടെ പോയിന്റ് ഇല്ല. അപ്പൊ ഇവിടെ 1 1 1 ഗുണിക്കുമ്പോൾ 1 തന്നെ വരും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആകെ 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആകെ 4 സ്ഥാനം. അപ്പൊ നമ്മുടെ ഉത്തരത്തില് ഇവിടെ 2 ഇവിടെ 4 ആകെ 6 സ്ഥാനം വരണം. ഇവിടെ 1 ഒരു സ്ഥാനമേ ഉള്ളൂ, അല്ലാതെ 5 0 കൂടി ഇട്ട് കൊടുക്കുക. 6 വരണമല്ലോ. അപ്പൊ എണ്ണി നോക്കാം. 1 2 3 4 5 6. ഇതാണ് 0.000001. അതായത് പോയിന്റ് കഴിഞ്ഞ് 5 0 കഴിഞ്ഞ് 1. അതായത് ഇതിന് നമുക്ക് ഇടത്തുവശത്ത് 0 പോയിന്റ് എന്ന് ഇടാം, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. 0.00 പോയിന്റ് നമ്മുടെ ഉത്തരം കിട്ടിയ 0.000001. അതായത് പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം വേണം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 4 സ്ഥാനം. അപ്പൊ ആകെ 6 സ്ഥാനം. ഇവിടെ ഒരു 1 ഉള്ളായതുകൊണ്ട് നമ്മൾ 5 0 കൂടി ഇട്ട് കൊടുത്തു. പോയിന്റ് കഴിഞ്ഞ് 6 സ്ഥാനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പുസ്തകങ്ങൾ ലൈബ്രറിയിലാണ് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമ എവിടെയാണ്? തിയേറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ അതേ ബന്ധം വേണം ഇവിടെ എഴുതാൻ. പുസ്തകങ്ങൾ ഈസ് ടു ലൈബ്രറി ഈസ് ഇക്വലന്റ് ടു സിനിമ ഈസ് ടു തിയേറ്റർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഇവിടെ ഈ 3യുടെയും 6ന്റെയും LCM എടുക്കുക. എത്ര വരും? 3യുടെയും 6ന്റെയും LCM 3 1 2. അപ്പോൾ ലസാഗു എത്ര വരും? 3 × 1 × 2, അതായത് 6 വരും. ഈ 6 വെച്ച എല്ലാ ടേമിനെയും ഗുണിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 2/3 × 6 പ്ലസ് x × 6 ഈക്വൽ ടു 5/6 × 6. 6 കട്ടായി പോകും. ഇവിടെ 3 2s are 6. അപ്പൊ 2 × 2 പ്ലസ് 6x ഈക്വൽ ടു 5. അതായത് 4 + 6x ഈക്വൽ ടു 5. therefore 6x ഈക്വൽ ടു 5 - 4, അതായത് 1. 6xന്റെ വില 1 ആണ്. അങ്ങനെയാണെങ്കിൽ 6x 1 ആണ്. എക്സിന്റെ വില കാണാൻ 1 കൂടെ കിടക്കുന്ന 6 വെച്ച് ഹരിക്കുക. 1/6 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംഖ്യാശ്രേണിയാ തന്നേക്കുന്നത് 0 1 1 2 3 5 8. അപ്പൊ ഈ സംഖ്യാശ്രേണിയുടെ പ്രത്യേകത എന്താന്ന് നോക്കുക. അടുത്ത സംഖ്യ ഏതാ വരുന്നത്? അപ്പൊ നമുക്ക് ഇത് കൂട്ടി കുറച്ചൊക്കെ നോക്കുമ്പോൾ സ്ക്വയർ അങ്ങനെ എന്ത് നോക്കിയിട്ട് ഒരു ബന്ധം കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഈ 0 1 കൂടെ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. ഇനി 1 2 കൂടെ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. ഇനി 2 3 കൂടെ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. 3 5 കൂടെ കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി. അപ്പൊ ഇനി തൊട്ടടുത്ത സംഖ്യ വരണേ എന്ത് ചെയ്യണം? ഈ 5 8 കൂടെ കൂട്ടണം. 5 + 8 13 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാരണം ആ രീതിയിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. ഈ ആദ്യത്തെ 2 സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടും. ഇനി അടുത്ത 2 1 2 കൂടെ കൂട്ടിയാൽ ഈ സംഖ്യ കിട്ടും. ഇനി ഇത് 2 കൂടെ കൂട്ടിയാൽ ഈ സംഖ്യ കിട്ടും. ഇനി 5 8 കൂടെ കൂട്ടിയാൽ 13. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആ ശ്രേണി അങ്ങനെയാണ് പോയേക്കുന്നത്. ഇത് ഏത് ബന്ധമാണോ വന്നത് അതേ ബന്ധം വേണം ഇവിടെ വരാൻ. 5:126 ഈസ് ഈക്വലന്റ് ടു 9:. അപ്പൊ നമുക്ക് ഈ ബ്ലാങ്ക് ഉള്ളിടത്ത് എന്താന്ന് നോക്കാം. ഇത് 5 126 എന്ന് പറഞ്ഞാൽ 125 + 1 ആണ്. 125 എന്ന് പറഞ്ഞാൽ 5³ + 1. 5:5³ + 1. അപ്പൊ ഇവിടെ എന്ത് വരും? 9:9³ + 1. 9³ എന്ന് പറഞ്ഞാൽ 729. 9 3 തവണ ഗുണിക്കുക +1 730 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആ ബന്ധം വേണം വരാൻ. ഇവിടെ 5:5³ + 1. 125 5³ എന്നറിയാം. 125 ഒന്നുകൂടെ കൂട്ടുന്നത് 126. അപ്പൊ ഇവിടെ 9:9³ + 1 729 + 1. 9³ എന്ന് പറഞ്ഞാൽ 9 × 9 × 9 81 × 9 729 + 1 730 കിട്ടും. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 2 -1/8 -1/16. നമുക്ക് 2 2 നമുക്ക് 2 + 2 എഴുതാം. 2 + 2 2 2 ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻസ് മാത്രം പ്രത്യേകം ചെയ്യാം. ഫ്രാക്ഷൻസിന്റെ മാത്രം ഭിന്നസംഖ്യകൾ മാത്രം ശ്രീമാത്സിൽ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ
വ്യക്തമായിട്ട് മനസ്സിലാകും. ഫ്രാക്ഷൻസ് മാത്രം എടുത്തിട്ടിട്ടുണ്ട്. ഇവിടെ ഇതൊന്ന് ചെയ്യുക. ഫ്രാക്ഷൻസ് 2 പ്ലസ് ഇവിടെ LCM ഇതിന്റെ 3ന്റെയും കൂടെ ലസാഗു എന്ന് പറയുന്നത് 2ന്റെ 8ന്റെ 16ന്റെ ഛേദങ്ങളുടെ ലസാഗു കാണുക 16 കിട്ടും. ഇനി നമുക്ക് ഇത് ക്രിയ ചെയ്യാം. ഇവിടെ എന്താ, ഇവിടെ ഉള്ള വണ്ണം എഴുതുക ഇൻറ്റു ഇവിടെ ഛേദം എത്രയാണ് 2. 2ന്റെ കൂടെ എത്രയും കൂടെ ഇൻറ്റു ചെയ്താൽ നമ്മുടെ LCM കിട്ടും. അതാണ് ഇവിടെ 2 8 2 8 16 മൈനസ് ഉണ്ടായിരുന്ന ചിഹ്നം -1 ഇൻറ്റു ഇവിടെ ഉള്ള മുകളിലുള്ളത് എഴുതുക ഇൻറ്റു ഇനി അടുത്ത ഛേദം എത്ര 8. 8ന്റെ കൂടെ എത്രയും കൂടെ ഗുണിക്കണം 16 കിട്ടണമെങ്കിൽ 8 2 16 2. പിന്നെ ഇവിടെ -1 മതി, കാരണം ഇവിടെ ഛേദം 16 തന്നെയാണ്. അതായത് 2 പ്ലസ് 8 മൈനസ് 1 ഇൻറ്റു 2 2 മൈനസ് 3/16. അതായത് 2 പ്ലസ് 8 മൈനസ് 2 എത്ര 6. 6 മൈനസ് 1/16. 2 പ്ലസ് 5/16. 2 പ്ലസ് 5/16 എന്ന് പറഞ്ഞാൽ 2 5/16 ഇത് മിശ്രഭിന്നമാണ്. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ ഇതിങ്ങനെ ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഗുണം 16 പ്ലസ് മുകളിലുണ്ടായിരുന്നു 5/16. അതായത് 2 ഗുണം 16 എത്ര 32 പ്ലസ് 5/16. 32 5 എത്ര 37/16 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം ഇതിന്റെ ഛേദത്തിന്റെ എല്ലാം LCM എടുക്കുക. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 2 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 പ്ലസ് 2 എഴുതാം. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുക്കുന്നു. എന്നിട്ട് 2 8 16ന്റെ LCM ലസാഗുവാണെന്നു. അപ്പൊ 16 കിട്ടും. അപ്പൊ ഇത് മാത്രം ഈ ഫ്രാക്ഷൻസ് മാത്രം ഒന്നിച്ചിട്ട് ചെയ്യുക. 16 മൊത്തത്തിൽ LCM. ഇനി ഇവിടെ ഉണ്ടായിരുന്ന 1 എഴുതുക. പിന്നെ ഇവിടെ ഛേദത്തിൽ എത്ര 2. 2ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ LCM കിട്ടും 8. അതായത് 1 ഇവിടെ ഉണ്ടായിരുന്ന 1 ഗുണം 2ന്റെ കൂടെ എത്രയും ഗുണിച്ചാൽ കിട്ടും അത് എഴുതാം 8 -1 ഇൻറ്റു ഇനി ഇവിടെ ഛേദം എത്ര 8. 8ന്റെ കൂടെ 2ഉം കൂടെ ഗുണിക്കണം. അതാ ഇവിടെ എഴുതണ്ടേ. മൈനസ് ഇവിടെ 16 ആയതുകൊണ്ട് ആ സംഖ്യ തന്നെ എഴുതിയാൽ മതി. 8 ഇൻറ്റു 1 8 മൈനസ് 2 ഇൻറ്റു 1 2. 8 മൈനസ് 2 -1. 2 പ്ലസ് 8 മൈനസ് 2 എത്ര 6 മൈനസ് 1. 2 പ്ലസ് 5/16. രണ്ടും നമുക്കിവിടെ 2 5/16 കിട്ടും. ഇങ്ങനെ ഒരു മിശ്രഭിന്നത്തെ വിഷമഭിന്നം ആക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 16 പ്ലസ് 5/16. 16 32 പ്ലസ് 5 37/16 കിട്ടും. ഇവിടെ വിഷമഭിന്നമായിട്ടാണ് തന്നേക്കുന്നത് ഉത്തരം. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അത്രയും വരെ ചെയ്യാൽ മതി. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം 37/16. ഫ്രാക്ഷൻസിന്റെ തന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വിശദമായിട്ട് എല്ലാ ഫ്രാക്ഷൻസിന്റെ ധാരാളം ചോദ്യങ്ങൾ ഫ്രാക്ഷൻസിന്റെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. അത് ശ്രീമാസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അപ്പൊ കോസ്റ്റ് പ്രൈസ് എത്ര 1200. അപ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ലാഭം എത്ര ലഭിക്കേണ്ടത് കോസ്റ്റ് പ്രൈസിന്റെ 12%. എപ്പോഴും കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില അടിസ്ഥാനമാക്കിയാണ് ലാഭമായാലും നഷ്ടമായാലും കണക്കാക്കുക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര 1200 എന്നുള്ളിടത്ത് ഇൻറ്റു ചിഹ്നം കൊടുക്കണം. 12% എന്ന് പറയാൻ 12/100. ഈ 2 0 കട്ട് ചെയ്യും. 12 × 12 144. 144 രൂപ ലാഭം കിട്ടണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ വാങ്ങിയ വിലയുടെ കൂടെ 144 കൂട്ടിയാൽ മതി. നഷ്ടമാണെങ്കിൽ കുറച്ചാൽ മതി. കോസ്റ്റ് പ്രൈസിന്റെ അത്ര ശതമാനം 1344 രൂപ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ നഷ്ടമാണെങ്കിൽ ആ എമൗണ്ട് കണ്ടിട്ട് കുറയ്ക്കുക. കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം കണ്ടിട്ട് കുറയ്ക്കുക. 0 ഇത് കട്ടാക്കുന്നു. 2 0 കട്ടാക്കുന്നു. 144 വരും. 12 × 12 144 രൂപ ലാഭം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ 1200ന്റെ കൂടെ 144 കൂടെ കൂട്ടിയാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. വിറ്റ വില ലാഭം ആയതുകൊണ്ട് കൂട്ടുക, നഷ്ടമാണെങ്കിൽ കുറയ്ക്കുക. ഇവിടെ വാങ്ങിയ വില, ഓരോ സാധനങ്ങളുടെ വാങ്ങിയ വില അത് കോസ്റ്റ് പ്രൈസ്, വിറ്റ വില സെല്ലിംഗ് പ്രൈസ്. ലാഭം കാണാൻ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കണം. വിറ്റ വില ആയിരിക്കും കൂടുതൽ, അതാ ലാഭം വരുന്നത്. വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വരുമ്പോൾ വിറ്റ വില വരുമ്പോഴാണ് ലാഭം വരിക. വിറ്റ വില കുറവാണെങ്കിൽ നഷ്ടം വരും. നഷ്ടം കാണണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക. വലുതിന് ചെറുത് കുറയ്ക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. ലാഭശതമാനം കാണാനുള്ള ഫോർമുല ഉണ്ടായ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. ലാഭശതമാനമാണെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുക. നഷ്ടശതമാനം ആയാലും കോസ്റ്റ് പ്രൈസിന്, ലാഭശതമാനം ആയാലും നഷ്ടശതമാനം ആയാലും
വാങ്ങിയ വില അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുക. കോസ്റ്റ് പ്രൈസ്, കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം ഉണ്ടായ നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില ഗുണം 100. ഈ ഫോർമുലാസ് ബൈക്കാട്ടാക്കി വെക്കുക. കാര്യങ്ങൾ തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശ്രീമാസിൽ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കിൻ്റെയാണ് ഉണ്ടാവുക. തീർച്ചയായിട്ട് 5-6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ 20ൽ 20 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.